നമസ്കാരം. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇനിയും തുടച്ചു നീക്കാനായിട്ടില്ല എന്നതിന്റെ വേദനിപ്പിക്കുന്ന മറ്റൊരുദാഹരണമാണ് ഷാർജയിൽ നിന്ന് നമ്മൾ കേട്ടത്. വിഭഞ്ചിക എന്ന യുവതി 1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത സംഭവം. മരണത്തിന് തൊട്ടുമുൻപ് അവർ റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോ സന്ദേശവും എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നതോടെയാണ് ആ ക്രൂര പീഡനത്തിന്റെ കഥ ലോകമറിയുന്നത്. വിവാഹം ആർഭാടമായില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് ഭർത്താവിന്റെ വീട്ടുകാർ തന്നെ പീഡിപ്പിച്ചതെന്ന് വിഭഞ്ചിക പറയുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ചെന്നും മോശം ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും അവർ പറയുന്നു. നായെപ്പോലെ തല്ലുകയും ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുകയും ചെയ്തു. ഭർത്താവ് നിതീഷ് മോഹൻ, അയാളുടെ സഹോദരി നീതു ബെൻസി, അച്ഛൻ മോഹൻ എന്നിവരാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഭർത്താവിന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറിയെന്നും അവർ ആരോപിക്കുന്നു. 2020 നവംബറിലായിരുന്നു കോട്ടയം സ്വദേശിയായ നിതീഷുമായി വിഭഞ്ചികയുടെ വിവാഹം. വിവാഹശേഷം തുടങ്ങിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഒടുവിൽ ആ അമ്മയും കുഞ്ഞും മരണത്തിൽ അഭയം തേടിയത്. കുഞ്ഞിന്റെ ചിരി കണ്ടു കൊതി തീർന്നിട്ടില്ല, പക്ഷേ മരിക്കാതിരിക്കാനാവില്ല എന്ന് ആ അമ്മ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയത് ആരുടെയും കണ്ണു നനയിക്കും. ഈ സംഭവം ഗൾഫ് മലയാളികൾക്കിടയിലും വലിയ ഞെട്ടലാണുണ്ടാക്കിയിരിക്കുന്നത്.